ഈ അതോറിറ്റീസിൽ ഇരിക്കുന്ന അവർക്കെതിരെ പറയുന്ന നെഗറ്റീവ് വാക്കുകൾ, നമ്മൾ പറയുന്ന നെഗറ്റീവ് വാക്കുകൾ, അല്ലെങ്കിൽ അതോറിറ്റീസിൽ ഇരിക്കുന്നവർ കേഴ്സ് ചെയ്യുന്നത്, ദൈവത്തിന്റെ വചനത്തിന്റെ ആധാരമായിട്ട് ഞാൻ പറയട്ടെ, ഇറ്റ്സ് എ സിൻ. യേശു കർത്താവിന്റെ മാതൃക യേശു പിലാത്തോസിനെ ദുഷിച്ചതായിട്ട് കാണുന്നില്ല. ദൈവികമായ കാര്യങ്ങൾ യേശു പറഞ്ഞു, പക്ഷേ അപ്പോൾ പോലും അവിടെ ഒരു സറണ്ടറിങ് കാണാൻ കഴിയുമായിരുന്നു. അവർ ന്യായമായിട്ടല്ല ചെയ്തതെങ്കിൽ പോലും പൗലോസിനെ അടിക്കാൻ പറഞ്ഞ ഒരു ന്യായമില്ലാത്ത കാര്യത്തിനാണ് പറയുന്നത്. ചുമ്മാ അടിക്കാൻ പറയാ. നമ്മൾ പലപ്പോഴും നിസ്സാരമായി പറയുന്ന കാര്യങ്ങളാണ് അവൻ കള്ളനാണ്, കള്ളത്തരത്തിലൂടെയാണ് ഇതുണ്ടാക്കിയത്. നമുക്ക് വാസ്തവത്തിൽ ഇത് അറിയത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ചുമ്മാ അങ്ങനെ പറയും. ഇതെല്ലാം നമുക്ക് തന്നെ തിരിച്ചടിക്കും എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബ്ലെസ്സിങ്സ് എവരിവൺ. വീണ്ടും ലവ് വേർഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത് നമ്മുടെ അതോറിറ്റീസിൽ ദൈവം ആക്കിയിരിക്കുന്ന സകല ആൾക്കാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ ടൈം ടു വാച്ച് ദാറ്റ് വീഡിയോ. നിങ്ങൾക്കത് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ഇന്ന് ഞാൻ അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് എടുക്കുന്നത്. ഈ അതോറിറ്റീസിൽ ഇരിക്കുന്ന അവർക്കെതിരെ പറയുന്ന നെഗറ്റീവ് വാക്കുകൾ, നമ്മൾ പറയുന്ന നെഗറ്റീവ് വാക്കുകൾ, അല്ലെങ്കിൽ അതോറിറ്റീസിൽ ഇരിക്കുന്നവർ കേഴ്സ് ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യാം, അവരെ ബ്ലസ് ചെയ്യാം, കേഴ്സ് ചെയ്യാം ഒക്കെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. ദൈവത്തിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അതോറിറ്റീസിൽ ഇരിക്കുന്നവരെ നമ്മൾ കേഴ്സ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധാരമായിട്ട് ഞാൻ പറയട്ടെ, ഇറ്റ്സ് എ സിൻ. അത് സ്പിരിച്വലായിട്ടും പേഴ്സണലായിട്ടും ഒക്കെ നെഗറ്റീവ് കോൺസിക്വൻസ് നമ്മുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിലും നമ്മുടെ ദേശത്തും ഉണ്ടാക്കാൻ ഇടയാവും. എക്സോഡസ് 22, പുറപ്പാട് 22:28 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: നീ ദൈവത്തെ ദുഷിക്കരുത്, നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കുകയുമരുത്. നീ ദൈവത്തെ ദുഷിക്കരുത്, നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കരുത്. അപ്പോൾ നമ്മളെ മേൽ അധികാരത്തിന് ദൈവം ഏൽപ്പിച്ച, പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പറയട്ടെ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച്, ഈവൻ പാസ്റ്റേഴ്സ്, അധികാരത്തിലിരിക്കുന്ന സകലരും, CM ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ചില രാജ്യത്തിൽ സുൽത്താന്മാരാണ്, കിങ് ആണ്. അന്നത്തെ കാലത്ത് കിങ്സ് ആയിരുന്നു, ജനാധിപത്യം ഇല്ലായിരുന്നു. പക്ഷെ ജനറലി അധികാരത്തിലിരിക്കുന്ന ഒരാളെയും ശപിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാണ്. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസിനുണ്ടായ ഒരു ഇൻസിഡന്റ് നമുക്ക് കാണാൻ കഴിയും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേഗത്തിൽ അതൊന്ന് വായിച്ചു വിടാം. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്ന ദിവസത്തോളവും കേവലവും നല്ല മനസ്സാക്ഷിയോട് കൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ്, മഹാപുരോഹിതൻ മീൻസ് ഒരു വലിയ അതോറിറ്റിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്ക് അടിക്കുവാൻ കൽപ്പിച്ചു. പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ചുവരെ, നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിക്കുവാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അദ്ദേഹം ചെയ്ത തെറ്റാണ്. ന്യായാധിപതി ആയിരിക്കുന്ന, മഹാപുരോഹിതനായിരിക്കുന്ന വ്യക്തി ഒരു ന്യായത്തോടെ അല്ല പൗലോസിനെ അടിക്കാൻ പറയുന്നത്. അരികെ നിൽക്കുന്നവർ, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വായിച്ച വചനം അവിടെ പൗലോസ് എടുത്ത കോട്ടിയാണ്. മഹാപുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ദൈവത്തിന്റെ അധിപതിയെ ദൈവം അധിപതിയാക്കി വെച്ചിരിക്കുകയാണ് ജനത്തിന്റെ മീതെ. അങ്ങനെ ഒരു വ്യക്തിയെ ദുഷിക്കരുത്. യേശു കർത്താവിന്റെ മാതൃക യേശു പിലാത്തോസിനെ ദുഷിച്ചതായിട്ട് കാണുന്നില്ല. ദൈവികമായ കാര്യങ്ങൾ യേശു പറഞ്ഞു, പക്ഷേ അപ്പോൾ പോലും അവിടെ ഒരു സറണ്ടറിങ് കാണാൻ കഴിയുമായിരുന്നു. നമ്മുടെ വ്യൂസ്, ഇപ്പോൾ പല പൊളിറ്റിക്കൽ പാർട്ടി എടുക്കുന്ന വ്യൂസ് ഒക്കെ തെറ്റായിരിക്കാം നമ്മുടെ കണ്ണിൽ. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ ആ വ്യക്തിക്കെതിരെ പേഴ്സണലി ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയോ, അയാളെ ശപിക്കുകയോ, ആ വ്യക്തിയെ ശപിക്കുകയോ, ഒരു CM-നെ ശപിക്കുകയോ, അതോറിറ്റീസിലായിരിക്കുന്ന ശപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ ന്യായമായിട്ടല്ല ചെയ്തതെങ്കിൽ പോലും പൗലോസിനെ അടിക്കാൻ പറഞ്ഞ ഒരു ന്യായമില്ലാത്ത കാര്യത്തിനാണ് പറയുന്നത്. ചുമ്മാ അടിക്കാൻ പറയാ. ഇന്ന ദൈവം അടിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇത് മഹാപുരോഹിതനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പൗലോസ് അതിന് ക്ഷമ ചോദിക്കുകയാണ് അവിടെ. വാസ്തവത്തിൽ ഞാൻ അങ്ങനെ മഹാപുരോഹിതനെന്ന് അറിഞ്ഞില്ല, നിന്റെ ജനത്തെ അധിപതിയെ ദുഷിക്കരുത്. വാസ്തവത്തിൽ അവിടെ ഒരു സോറി പറയുകയാണ്. സഭാപ്രസംഗി 10:20 ഇങ്ങനെ വായിക്കുന്നു:
നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്. നമ്മൾ പലപ്പോഴും കോളേജിൽ പഠിക്കുന്ന സമയത്ത് മറ്റുള്ള ആക്ടിവിറ്റീസിലായിരിക്കുന്ന പൊളിറ്റിക്കലിലൊക്കെ ഞാൻ ഏർപ്പെട്ടിരുന്ന സമയമുണ്ട് കോളേജിലെ ടൈമിലൊക്കെ. അപ്പോൾ ഹോസ്റ്റലിലിരുന്ന് നമ്മുടെ സ്കൂളിലിരുന്ന് കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ നമ്മുടെ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ട് വ്യക്തിയായിരിക്കും അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ നമ്മൾ സംസാരിക്കാൻ അറിയാതെ ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു പോകും. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് ഈ വചനം അറിഞ്ഞവർ ചെയ്യേണ്ടത്. നമ്മുടെ ഓരോ വാക്കിനും വിലയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വരുമ്പോൾ പറയാം. നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്, നിന്റെ ശയനഗ്രഹത്തിൽ പോലും ധനവാനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി. ഇപ്പൊ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മൾ വാൺ ചെയ്യുകയാണ്. ഈ വചനങ്ങളിലൂടെ എല്ലാം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ മേൽ അതോറിറ്റി ആയിരിക്കുന്ന വ്യക്തിക്കെതിരെ നമ്മൾ ശാപത്തിന്റെ വാക്കുകൾ പറയരുത്. ശയനഗ്രഹത്തിൽ പോലും, നമ്മുടെ ബെഡ്റൂമിൽ പോലും ധനവാനെ ശപിക്കരുത്. നമ്മൾ പലപ്പോഴും നിസ്സാരമായി പറയുന്ന കാര്യങ്ങളാണ്. അവൻ കള്ളനാണ്, ആ കള്ളത്തരത്തിലൂടെയാണ് ഇതുണ്ടാക്കിയത്. നമുക്ക് വാസ്തവത്തിൽ ഇത് അറിയത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ചുമ്മാ അങ്ങനെ പറയും. ഇതെല്ലാം നമുക്ക് തന്നെ തിരിച്ചടിക്കും എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കാണാം, അതോറിറ്റീസിലിരിക്കുന്ന വ്യക്തിക്കെതിരെ അപവാദം പറയുന്നത്, അവരെ കേഴ്സ് ചെയ്യുന്നത്, അവർക്കെതിരെ നെഗറ്റീവ് വാക്കുകൾ അനാവശ്യമായിട്ട് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. ഏലിയാവ് അത് ചെയ്തു. ഏലിയാവ് അത് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ അസൈൻമെന്റ് ആയിരുന്നു ഏലിയാവിന്റെ മേലത്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ ഹിസ്റ്ററിയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവരുടെ മേലും ഈ ഒരു അതോറിറ്റി ദൈവം പകർന്നിട്ടില്ല. അല്ലല്ലോ, നിങ്ങളുടെ അതോറിറ്റിയിലായിരിക്കുന്ന വ്യക്തികളെ ശാസിക്കാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ജനറലി ഞാൻ വചനത്തിൽ നിന്ന് പറയട്ടെ, നമുക്കത് ചെയ്യാനുള്ള അധികാരമില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കണം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. പൗലോസ് അത് അറിഞ്ഞപ്പോൾ തന്നെ പൗലോസ് അതിനെ തിരുത്തി പറഞ്ഞ് നമുക്ക് കണ്ടല്ലോ. റോമർക്കെഴുതിയ ലേഖനം 13:2 വായിക്കുമ്പോൾ, ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവധി പ്രാപിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഏത് മനുഷ്യരും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരമല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അധികാരങ്ങൾക്കെതിരെ മറക്കുന്നവരോ ശിക്ഷാവധി പ്രാപിക്കും. ജഡ്ജ്മെന്റ് എന്നാ പറയുന്നത്. റെസിസ്റ്റിംഗ് ദ പവർ, അതായത് നമ്മുടെ മേൽ പവറിലായിരിക്കുന്ന, അതോറിറ്റിയിലായിരിക്കുന്ന വ്യക്തികളെ റെസിസ്റ്റ് ചെയ്യുന്നത്, അധികാരങ്ങൾ അവർക്കെതിരെ നിൽക്കുന്നത്, അത് നമ്മുടെ മേൽ തന്നെ ജഡ്ജ്മെന്റ് കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. നമ്മുടെ ഓരോ വാക്കിനും പ്രാധാന്യപ്പെട്ട യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, നമ്മുടെ നാവിന് തീ ഇറക്കാൻ അധികാരമുണ്ട്, തീ കൊണ്ടുവരാൻ അധികാരമുണ്ട്, നരകത്തിൽ നിന്ന് തീ എടുത്തു കൊണ്ടുവരാൻ അധികാരമുണ്ട്. നമ്മൾ ശാപത്തിന്റെ വാക്കുകൾ അവരുടെ മേൽ വിരികുമ്പോൾ അവരുടെ മേൽ നമ്മൾ തീ വിതയ്ക്കുകയാണ്, ശാപം വിതയ്ക്കുകയാണ്. അത് മുഖേന തന്നെ അവർക്ക് നല്ല ഭരണം കാഴ്ചവെക്കാനോ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ നടത്താനോ കഴിയാതെ പോകും. നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ബ്ലോക്കായി പോകും. നമ്മളിപ്പോൾ ഒരു വ്യക്തികളോട് പേഴ്സണലി സംസാരിക്കുമ്പോൾ, നമ്മളൊരു കൂട്ടത്തിലിരുന്ന് പേഴ്സണലി സംസാരിക്കുകയാണ്, എന്നിട്ട് നമ്മുടെ ഭരണത്തിലിരിക്കുന്നവർക്കെതിരെ, പാസ്റ്റേഴ്സിനെതിരെ, മറ്റുള്ള വ്യക്തികൾക്കെതിരെ ശാപത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ എപ്പോഴും, നെഗറ്റീവ് വാക്കുകൾ, ശാപത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ പറയുന്നതെന്ന് വെക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നിരുന്ന്, കർത്താവെ അവരെ അനുകരിക്കണം, എൻ്റെ ദേശത്തെ അനുകരിക്കണം, ആ ദേശത്തിൻ്റെ നന്മ ഞങ്ങൾ വരണം. അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യങ്ങൾ 4 പറഞ്ഞു. അതിലൊന്ന് രാജ്യത്തിൻ്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി, ദേശത്തിൻ്റെ നന്മ നിങ്ങൾ അനുഭവിക്കേണ്ട വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുകയാണ്, ദേശത്തിൻ്റെ നന്മ അനുഭവിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മുടെ പേഴ്സണൽ ടൈമിൽ ബാക്കി മാറിയിരിക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് അവർക്കെതിരായിട്ടുള്ള വാക്കുകൾ, ശാപത്തിൻ്റെ വാക്കുകൾ, അതോറിറ്റീസിലിരിക്കുന്നവർക്കെതിരെ ശാപത്തിൻ്റെ വാക്കുകളാണെങ്കിൽ വി ആർ ക്യാൻസലിങ് അവർ പ്രേയേഴ്സ്. നമ്മുടെ പ്രേയേഴ്സ് വിൽ ബി ഹിൻഡേഡ്. അത് ദൈവം കേൾക്കത്തില്ല, ദൈവസന്നിധി എത്തുകയില്ല. നമുക്കറിയാം, എല്ലാ വ്യക്തികളുടെ കൂടെ ദൈവം ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. അതോറിറ്റീസ് ഇരിക്കുന്നവരൊക്കെ ദൈവം ഒരു പ്രത്യേക ഒരു ദൗത്യത്തിനുമൊക്കെയാണ്. എല്ലാ അധികാരങ്ങളും നമ്മളിപ്പോൾ വായിച്ചല്ലോ, എല്ലാ അധികാരങ്ങളും ദൈവത്താലാണ്.
അപ്പോൾ ദൈവത്താലാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തികൾക്കെതിരെ നമുക്ക് ശപിക്കാൻ കഴിയില്ല. നമുക്ക് 2 പത്രോസ് 2:11-12 വായിക്കുമ്പോൾ, ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവധി ഉച്ചരിക്കാതിരിക്കെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിക്കുവാൻ ശങ്കിക്കുന്നില്ല. ജാതിയ പിടിപെട്ട് നശിക്കുവാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കിയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്താൽ നശിച്ചു പോകുന്നു. നമ്മുടെ തന്നെ പ്രൊട്ടക്ഷനെ ഇത് ബാധിക്കും. മാത്രമല്ല, നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു റിവാർഡ് ഓരോന്നോരോന്നായിട്ട് നമ്മളിൽ നിന്ന് മിസ്സായി പോവുകയും ചെയ്യും, നഷ്ടപ്പെടുന്നത് നമുക്ക് കാണേണ്ടി വരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് വാൺ ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മുടെ മേൽ അധികാരത്തിലായിരിക്കുന്ന, അത് രാജാക്കന്മാരാകാം, പ്രസിഡന്റ് ആവാം, പ്രൈം മിനിസ്റ്റർ ആവാം, CM ആവാം, പാസ്റ്റേഴ്സ് ആവാം, ടീച്ചേഴ്സ് ആവാം, ജോലിയിലെ മാനേജേഴ്സ് ആയിരിക്കാം, നമ്മുടെ പേരൻസ്, അങ്ങനെ അധികാരങ്ങൾ, ഇതെല്ലാം അതോറിറ്റീസ് ആണ്. ഇവർക്കെതിരെ മറുതലിക്കുന്നത് നമ്മുടെ മേൽ നെഗറ്റീവ് കോൺസിക്വൻസ് അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ കൊണ്ടുവരുവാൻ നമ്മുടെ റിവാർഡിനെ പോലും നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം അനുഗ്രഹമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒത്തിരി ജനം നമ്മുടെ ദേശത്തുണ്ട്. നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, നിങ്ങളുടെ ദേശം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടുന്നതിനനുസരിച്ചാണ് നമ്മളും അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിനെ ശപിക്കാൻ പാടില്ല. പുറത്തിറങ്ങി നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മോശമായി കിടക്കുന്നത്, വൃത്തികേടായി കാണുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെ ശപിക്കുകയല്ല. ഭരണാധികാരികളെ ശപിക്കരുത്. അവർക്ക് ജ്ഞാനം കൊടുക്കുവാൻ, നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ, ഒരു അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെക്കുവാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ഇമ്പാക്റ്റ്. കുറച്ച് നാളുകൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കി. ഇത് അനേകം പേർക്ക് ഷെയർ ചെയ്യുക. ഇത് മുഖേന നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, ഞാനും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഇത് മുഖേന അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബ്ലസ് യു ഓൾ. നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിന് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ ഒത്തിരി സമയത്തിൻ്റെ എഫേർട്ട് ഉണ്ട്. പ്രാർത്ഥന ആവശ്യമാണ്. നമ്മുടെ ഹെൽത്ത് കറക്റ്റ് ആവണം, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കറക്റ്റ് ആവണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ആവശ്യമാണ്, എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബ്ലസ് യു.